കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയനും നിർമ്മല സീതാരാമനും തമ്മിലുള്ള ചർച്ച ഡൽഹി കേരള ഹൗസിൽ പുരോഗമിക്കുന്നു. ഡൽഹി കേരള ഹൗസിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേർന്നു. ബൽറാം, സത്യത്തിൽ കേരളം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്ദർശനങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ചു പോവുക, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വികസന കാര്യത്തിൽ ഒന്നിച്ചു പോവുക, അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളറില്ലാതിരിക്കുക, ഇതെല്ലാം കേരള ഹൗസിൻ്റെ മണ്ണിൽ നടക്കുന്നു എന്നറിയുമ്പോൾ സന്തോഷം. തീർച്ചയായും SKN, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ച, ഒരു ചർച്ചയാണ് ഇപ്പോൾ കേരള ഹൗസിലെ കൊച്ചിൻ പാലസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് SKN സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തുന്നു. കാലങ്ങളായി കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ധനമന്ത്രി നേരിട്ട് കേരള ഹൗസിലേക്ക് എത്തി മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായിരിക്കുന്നു. ഇതെല്ലാം തന്നെ കേന്ദ്രം അനുഭാവപൂർവമായ ഒരു സമീപനം ഈ ഘട്ടത്തിൽ കേരളത്തോട് സ്വീകരിച്ചിരിക്കുന്നു, കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ തേടിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിക്കും MP-മാർക്കും നൽകിയ അത്താഴത്തിലും കേരളത്തിൻ്റെ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും താൻ ഉണ്ടാകും, ടീം കേരളയ്ക്കൊപ്പം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് ഇന്ന് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. ധനമന്ത്രിയുമായുള്ള ചർച്ചകളിൽ അദ്ദേഹം തന്നെ പങ്കെടുത്തു. അരമണിക്കൂറോളം അദ്ദേഹം ചർച്ചകളുടെ ഭാഗമായ ശേഷം നേരത്തെ നിശ്ചയിച്ച പരിപാടിക്ക് വേണ്ടിയാണ് കേരള ഹൗസിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. അതേസമയം കൊച്ചിൻ ഹൗസിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. വയനാടിനായുള്ള പ്രത്യേക പാക്കേജ്, ഒപ്പം തന്നെ വയനാടിനായി കേന്ദ്ര വായ്പയുടെ വിനിയോഗ കാലാവധി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ആവശ്യം, ആശാ വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ, ഇത്തരത്തിലുള്ള വലിയൊരു ആവശ്യങ്ങൾ, ഏതാണ്ട് 10ഓളം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിലുണ്ട്. ഈ വിഷയങ്ങൾ എല്ലാം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ഈ ചർച്ചകളുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവും ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചർച്ചയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന് പറയാം. ഇതുവരെയും സംസ്ഥാനത്തിനോട് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന സമീപനം അനുഭാവപൂർവ്വമാണ്. ഇന്ന് രാവിലെ ഇവിടേക്ക് എത്താനും മുഖ്യമന്ത്രി അടക്കമുള്ളവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് ചർച്ചയ്ക്കും കേന്ദ്ര ധനമന്ത്രി തയ്യാറായിരിക്കുന്നു. തുടർന്ന് കേരളത്തിൻ്റെ വിശദമായ ആവശ്യങ്ങൾ കേൾക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന തീരുമാനവും അനുഭാവപൂർവമായ അനുകൂലമായ ഒരു തീരുമാനം കേന്ദ്രത്തിന് കേരളത്തിനോട് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാനം പങ്കുവയ്ക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ കേരള ഹൗസിൽ പുരോഗമിക്കുന്നത്. SKN.